ഹലോ, എന്താണ് വിശേഷങ്ങൾ? രണ്ടു ദിവസമായില്ല. ഇന്നലെ കണ്ടില്ലല്ലേ? സോറി കേട്ടോ. രാവിലെ മാർക്കറ്റിൽ പോയിച്ചു വന്നപ്പോ, മാർക്കറ്റിൽ പോയതല്ല കേട്ടോ, കടയിൽ പോയപ്പോ നങ്ക് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ നങ്ക് വാങ്ങിക്കൊണ്ട് വന്ന് എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കാന്താരിയൊക്കെ പുള്ളിക്ക് അച്ഛന് വറുത്ത് കൂട്ടാൻ, ഇതിലിട്ടേച്ച് വറുത്ത് കൂട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കാരണം നങ്ക് വാങ്ങിക്കൊണ്ട് വന്നു. കാന്താരി ഇട്ട്, പക്ഷെ കാന്താരി അല്ല, ഈ നങ്ക് ഞാൻ മുളക് ഇട്ട് തന്നെ കേട്ടോ വറുത്തേക്കണേ. വറുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്കേക്കടെ ഓരോരുത്തരും കാന്താരി ഇട്ട് വറക്കാൻ പറയും. ടേസ്റ്റ് അല്ലേ കടിക്കാൻ. അതിന് കാന്താരിയൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഈ മീൻ വറുത്ത വെളിച്ചെണ്ണയിലിട്ട് അങ്ങോട്ട് വറുത്ത് വയ്ക്കും. കണ്ടോ, മറിച്ചിട്ട് കുറച്ചുകൂടെ ഉണ്ട്. ദേ വറുത്ത് കോരിയുമ്പോൾ എടുത്തു വയ്ക്കണം. ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പോഴേ ഒരു 1/2 കിലോളം കാന്താരി കണ്ടോ, ചോർക്കലിടാൻ വേണ്ടി ഞാൻ ആ പറമ്പിൽ കിടക്കെ നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചെടുത്തതേ നല്ല ഫ്രഷ് കാന്താരി കുറച്ചെടുത്ത് മീൻ്റെ കൂടെ ഇടാൻ വെച്ചു. നമുക്കൊന്ന് വറുത്ത് കോരിയിട്ട് കാന്താരിയും കൂടെ ഇട്ട് മാറ്റി വയ്ക്കും. കടിച്ചു കൂട്ടിക്കോട്ടെ. കുറച്ച് വെളിച്ചെണ്ണയുടെ പോരായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അതും കൂടെയും കൂടി, കാരണം പാത്രം ചെറുതല്ലേ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ മാറി നല്ല വെയിലാട്ടോ. മഴ മാറി നല്ല വെയിലാ. പിന്നെ ഉണ്ടല്ലോ, ഊട് കഴിച്ചു, ചോറുണ്ടു. ചേച്ചി ഉണ്ണാൻ പോണതാണോ? ഞാൻ ചോറുണ്ടു. പുളി എടുത്തുണ്ട്. കൈയോടെ കഴുകി വെളുത്ത് വെച്ചാ ഉണങ്ങിക്കോളും. ഇപ്പൊ കൈയോടെ വെള്ളം വലിഞ്ഞോളും. അല്ലാണ്ട് എന്നെ അല്ല, അവര് നൈറ്റിന് പോയി ചെന്നിട്ട് പിന്നെ അവർക്ക് ഉറങ്ങണമല്ലോ. അപ്പതേ എനിക്കൊരു കുടപ്പൻ, ഇത് ഏത്തവാഴയുടെ കുടപ്പനാട്ടോ. ഇതും ഇട്ട് എൻ്റെ കുറെ ചെമ്മീൻ ഇരിപ്പുണ്ട്. ചെമ്മീനും ഉണക്കച്ചെമ്മീനും കുടപ്പനും കൂടെ നമുക്കൊരു തോരൻ വയ്ക്കണം. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ നാത്തും പാലും കൊണ്ട് പോയിച്ചു വന്നപ്പോ അവളെനിക്ക് അപ്പുറത്തുനിന്ന് ഒടിച്ചുകൊണ്ട് വന്നതാ. വീട്ടിലെ മുകളിൽ നിൽക്കുകയാണ്. കരിയും ഒടിക്കാൻ നിൽപ്പുണ്ട്, ഏത്തവാഴ നിൽപ്പുണ്ട്. അതൊക്കെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഏത്തവാഴ ഉണ്ട്. പിന്നെ നല്ല ആ കല്യാണം ഉറപ്പിക്കലും ഒക്കെ ആയത് കാരണം സമയം കിട്ടിയില്ല. അപ്പൊ അവിടെ പോയിച്ചു വന്നപ്പോ അവിടുത്തെ കുഞ്ഞമ്മ ഇത് ജാൻസിക്ക് കൊടുത്തരേന്നും പറഞ്ഞ് തൈന്ന് അയച്ചു. അപ്പൊ ഇത് മുളക് ഇടണോട്ടോ, അതിന്റെ കൂടെ മുളക് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. മീനെല്ലാം നമ്മളിതേ വറുത്ത് കോരി ഇവിടെ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും നങ്ക മേടിക്കുള്ളൂ, അല്ലെങ്കിൽ കടൽബിലാല് മേടിക്കും. കടൽബിലാല് ഉണക്ക, പച്ച കടൽബിലാല് ഞങ്ങൾ കഴിക്കില്ല.
അതേ കാന്താരിയും കൂടെ ഇട്ടു കൊടുക്കുക. പൊട്ടിത്തെറിക്കാവോ തമ്പുരാനെ? പൊട്ടിത്തെറിക്കും കണ്ട എനിക്ക്. അപ്പൊ എന്നിട്ട് ഞാനിത് ചൊറുക്കയിലിട്ട് കണ്ടോ, കണ്ട എന്തോ ഒരു മുളകാന്ന് നോക്കി. ചൊറുക്കയും ഉപ്പും കൂടെയും കൂട്ടി കാന്താരി നമുക്കിത് ഒന്നുമില്ലാത്തപ്പൊക്കെ എടുത്ത് ചമ്മന്തിയിലൊക്കെ അരച്ച് പൊട്ടിച്ചു കൂട്ടാം. നോക്കട്ടെ. ഇതിന്റെ കൂടെ കാന്താരി കടിക്കാൻ, ഉണക്കമീൻ്റെ കൂടെ കാന്താരി കടിക്കാൻ സൂപ്പർ സൂപ്പർ. അപ്പൊ വറുത്തിടാൻ പറയും. നാളെ ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് കാന്താരി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുക. ഉണക്കമീൻ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറയും. നോക്കട്ടെ നോക്കട്ടെ. ഉണക്കം ആയി ഫ്രൈ ആയി. അത് നമുക്ക് മറ്റേ നമ്മുടെ കുടപ്പനും ചെമ്മീനും അടുക്കളയിൽ നല്ല ഉറുമ്പ് വരണ്ട്. നന്നായിട്ട് ഉറുമ്പ് വരണ്ട്. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ തണുപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഉറുമ്പിന് കിടക്കാൻ എന്തോരം പൊത്ത് വേണം അല്ലേ? ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കഴിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഉണക്കമീനും കാന്താരി കണ്ടോ. ഇനി ഇതിൻ്റെ ഒരു പണിയുണ്ട് കേട്ടോ, അതൊക്കെ എടുത്തിട്ട് എന്നിട്ട് കാണാം. ഇതിനായിട്ടേ നമുക്ക് കുടപ്പൻ ക്ലീൻ ചെയ്തെടുക്കണം. അത് ഉരുന്ന് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയും ഉപ്പും കൂടെയും കൂട്ടി തിരുമ്മി കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കഴുകി വാരി കറയൊക്കെ കളയണമല്ലോ. പിന്നെ ഇത് ചെമ്മീനാട്ടോ, നല്ല സൂപ്പർ ചെമ്മീൻ. കാണിച്ചു തരാം. അതിൻ്റെ വാല് കളയണ്ട, തലി ഒന്ന് കിള്ളി കളയണം. കുറച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു കുടപ്പൻ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തിന്നും. നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു ഉണക്കച്ചെമ്മീൻ വിത്ത് കുടപ്പൻ ഉണ്ടാക്കാം. ചെമ്മീൻ കയ്യോടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ, അല്ലെങ്കിൽ ഉറുമ്പ് വരും. കയ്യോടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇതിൻ്റെ വാലും തലയൊക്കെ കിള്ളി കളയണം. കുടപ്പനൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് കാണാട്ടോ. കുടപ്പനെ നമുക്ക് ഇതിൻ്റെ കറി അവിടെ ചാടിക്കഴിഞ്ഞാൽ കറിയെല്ലാം പിന്നെ വേസ്റ്റിലേക്കാവും. ഇതിൻ്റെ കള്ള് കുടിക്കാനായിട്ട്, ഈ കുടപ്പൻ്റെ കള്ള് കുടിക്കാനായിട്ട് എന്തോരം പാട് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? വൈകുന്നേരം ആവുമേ പിള്ളേർക്കും കൊടുക്കും. വിരിയണ നോക്കിയിരിക്കും. കുടപ്പം വിരിയാനായിട്ടൊരു സമയമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? കുറെ കഴിയുമ്പോൾ ഇത് വാവല് വന്ന് കുടിക്കും. കറുത്തതെല്ലാം തന്നെ കളയുക കേട്ടോ. ഏത്തവാഴയുടെ അത് അവിടെയൊക്കെ കറി ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭയങ്കര പാടല്ലേ. കളഞ്ഞിട്ട് നമുക്ക് ഉരുന്ന് വരുന്ന് അരിഞ്ഞെടുക്കാം. കുടപ്പം കിള്ളി പൊളിച്ച് ഇച്ചിരി കിട്ടുള്ളൂ അല്ലേ? ഒരുപാടൊന്നും അങ്ങനെ കിട്ടില്ല. ഇതും കൂടി അങ്ങോട്ട് കളഞ്ഞേക്കാം. ഇതതിൻ്റെ കൂടെ ഇട്ടേക്കാട്ടോ. ഇതതിൻ്റെ കൂടെ ഇട്ടേക്കാം. കുരുന്ന് പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചു, ചെമ്മീൻ എടുത്ത് നന്നാക്കി വെച്ചു. കുറച്ച് സവാള ചേർക്കണില്ല ഞാൻ, കാരണം പറഞ്ഞ സവാള എല്ലാം കൂടെ ചെല്ലുമ്പോൾ സവാളയുടെ ടേസ്റ്റ് വേറെയാ.
അപ്പൊ നമുക്കിതൊന്ന് കുരുന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാം കേട്ടോ. കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ നോക്കട്ടെ, അതിൽ കറിയാവും. കുടപ്പനെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. കയ്യിൽ കറ ആയിട്ടുണ്ടോന്ന് വെച്ചാൽ ലേശം കറയുണ്ട്. നമുക്കിതൊന്ന് തിരുമ്മി വെക്കാം. ഇതിനകത്ത് നൂലുണ്ട്, കറിയും. ചിലര് പറയും നൂല് കളയണ്ടാന്ന്. നൂല് കളഞ്ഞാൽ ഇതിനകത്ത് ഗുണമില്ലാന്ന് പറയും. കാരണം എല്ലാം കൂടെ ഉള്ളിൽ ചെന്ന നല്ലതാണ്, പക്ഷെ നൂലുണ്ടാവും. കണ്ടോ, അത് കളയണം. എല്ലാവരും ഇങ്ങനെ കളയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കളയണവരുണ്ട്, കളയില്ലാത്തവരുണ്ട്. നൂലുണ്ടാവും ഏതായാലും. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വാഴയല്ലേ, കറി ഉണ്ടാവില്ലേ. പിണ്ടിയുടെ ആണെങ്കിലും, പിണ്ടിയുടെ നമ്മൾ പിന്നെ വിരലെ ചിറ്റിയാണ് കളയണേ. കണ്ടോ, നൂല് കണ്ടോ. അങ്ങനെയാണ് പിണ്ടിയുടെയും ഇതിൻ്റെയൊക്കെ നൂല്. പിണ്ടിയുടെ നൂല് വിരലെ ചിറ്റി കളയും. കുടപ്പൻ്റെ നൂലിങ്ങനെ നമ്മളിങ്ങനെ ഇട്ട് ഞൊലക്കിയല്ല, ഇങ്ങനെ ഇട്ട് തിരുമ്മേ നമ്മുടെ ഉള്ളങ്കയിൽ വരും സാധനം. ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ അമ്മച്ചിമാരിങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ള. പിണ്ടിയൊന്നും ഒരിക്കലും കളയില്ലായിരുന്നു. കളയോ? ഇതിങ്ങനെ നൂലിങ്ങനെ ഉരുട്ടുമ്മേ ഇതിൻ്റെ പിണ്ടിയെല്ലാം താഴെ പോവും, നൂലെല്ലാം നമ്മുടെ കയ്യിൽ ഉരുണ്ട് വരും. കണ്ടോ, അല്പം ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് തിരുമ്മി വയ്ക്കാം ആവശ്യത്തിന്. കഴുകി വരണം കേട്ടോ, കറയുണ്ടാവും. ബാക്കിത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇത് നൂല്. കയ്യിലൊട്ടും തന്നെ ആയിട്ടില്ല, കണ്ടോ. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കണം. നമ്മുടെ കുടപ്പനൊന്ന് കഴുകിയെടുക്കണം. കറ കളയണമല്ലോ. സ്റ്റെയിനറിലേക്ക് കഴുകിയെടുക്കാട്ടോ. കഴുകിയെടുക്കട്ടെ ശരിക്കും. കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കടുവൊക്കെ പൊട്ടിക്കേണ്ട നേരത്തെ കാണാട്ടോ. കുറച്ച് വേപ്പിലൊക്കെ എടുത്തോണ്ടിരാനുണ്ട് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച്. കടുക് പൊട്ടി വരണ്ടിട്ടോ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി കേട്ടോ, സവാള ഇടുന്നില്ല. കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി, ഒരുപാട് വേണ്ട. കാരണം ഇതിനൊക്കെ പെട്ടെന്ന് മുളക് കൂടുന്ന സാധനം. അല്പം മഞ്ഞൾപ്പൊടി. മുളകിന് എരിവുണ്ടോ? കാന്താരി പിന്നെ നമുക്കിത് ചെമ്മീനും ഞാൻ തേങ്ങ ചിരണ്ടിയപ്പോഴേ കുറച്ച് തേങ്ങ ഇങ്ങോട്ട് കൊത്തായിട്ട് പോകുന്നു. അപ്പം ആ തേങ്ങ കൊത്തും കടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട്. ചെമ്മീൻ ഇട്ട വഴി മണം വന്നിട്ടോ. ഫ്രൈ ആയിട്ട് വരട്ടെ, ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആവട്ടെ കേട്ടോ എല്ലാം. ഈ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ, തേങ്ങക്കൊത്തെന്ന് പറയാൻ തേങ്ങക്കൊത്ത് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ തേങ്ങ ചിരണ്ടിയപ്പോഴേ ഒരു കുഞ്ഞു കഷ്ണം കൊണ്ട് പൊടിഞ്ഞു പോന്നു. അപ്പം അതൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം. കുടപ്പൻ പിണ്ടി അതിനൊക്കെ നമ്മൾ അല്പം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഇത് ചേർന്നപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. മതി, വേണമെങ്കിൽ പിന്നെ ഇടാം. അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഡ്രൈ ആയിട്ടായിരിക്കണം. ഇതിനകത്ത് മറ്റേ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല കുടപ്പനിൽ. അത് ശരിക്കും മൂത്ത് വരണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ മൈൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് കുറച്ച് കൂടുകയോ കുറയ്ക്കുകയോ അതൊക്കെ അവരവരുടെ സൗകര്യമാണ്. അല്ലാതെ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കൂ, ഇത്രയും സാധനങ്ങളെ അങ്ങനെയാ. എൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. കുടപ്പനിട്ട് കൊടുക്കും. പെട്ടെന്ന് വേവൂട്ടോ. കുടപ്പൻ അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, ഒരു പൊടിയായിട്ടല്ലേ അരിഞ്ഞേക്കണം. സൂപ്പറാവണം, മണം വരണ്ട്. ഏതായാലും ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് വരണ്ടിട്ടും തീ ഞാൻ ഏറ്റവും കുറച്ച് വെച്ചേക്കാണ്. നമുക്കൊന്ന് അടച്ച് വേവട്ടെ. നമ്മുടെ ചെമ്മീനും കുടപ്പനും എന്തായി നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. ഇതിൻ്റെ ചെമ്മീനിൽ കിടന്ന് ഈ മസാലയും സൂപ്പറാട്ടോ. നല്ല മണം വരണ്ടേ. ഉപ്പുണ്ടോ
മുളക് ഉണ്ടോന്നൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടിപൊളി. അടിപൊളിയാട്ടോ. അപ്പൊ ഉണ്ടാക്കാൻ നോക്കാത്തവരൊക്കെ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. ചെമ്മീൻ കൊണ്ട് ചെറുപയർ മാത്രമല്ല, ചെറുപയറും ഉണക്കപ്പയറും പിന്നെന്താ മുതിരയൊന്നും മാത്രമല്ല, ഉണക്കച്ചെമ്മീനും കൊണ്ടും കുടപ്പന ഉണ്ടാക്കാം. സോറി, ഉണക്കച്ചെമ്മീനും കൊണ്ട് ഇങ്ങനെയും ചെമ്മീൻ ചിരക്ക, ചെമ്മീൻ കായ, ഇങ്ങനെ കുടപ്പൻ്റെ കൂടെയും പിണ്ടി അതിൻ്റെ കൂടെയൊക്കെ ഇത് ചേരും. ഒരു 5 മിനിറ്റും കൂടെ ഒന്നിരിക്കട്ടെ കേട്ടോ. 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. ഈ ഏറ്റവും കുറച്ച് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിലേ ശരിക്കും അങ്ങ് വെന്ത് ആ വെള്ളമൊക്കെ ആ ചെമ്മീനിലേക്കൊക്കെ പിടിച്ച് ഉള്ളിയും നമ്മുടെ കുടപ്പനും ചെമ്മീനും എന്തായാലും നമുക്ക് നോക്കാം. ഇനി എങ്ങനെയാണെങ്കിലും ഇത് ഓഫ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇത് ഓഫ് ചെയ്യണം. കണ്ടോ, സൂപ്പർ അല്ലേ നോക്കി. അടിപൊളിയാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. കണ്ടോ, സൂപ്പർ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണക്കച്ചെമ്മീനും കുടപ്പനും പിന്നെ ഞാൻ ഉപ്പിലിട്ടതൊക്കെ കാണിച്ചില്ലേ. ആ സൂപ്പർ സൂപ്പർ. അല്പം കഴിക്കാൻ തോന്നുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പറാണ്. ഇതിപ്പോ ചെമ്മീൻ കൂടാണ്ട് കുടപ്പൻ തന്നെയാണെങ്കിലും വളർത്തി നമുക്ക് കഴിക്കാം കേട്ടോ. പയറിട്ട് വളർത്താം, മുതിര, ചെമ്മീനില്ലാതെ കുടപ്പൻ മുതിരയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറുപയർ, വെള്ളപ്പയർ അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് കുടപ്പൻ കൂട്ടാൻ വെക്കാം. കുടപ്പൻ എങ്ങനെ ചെന്നാലും നമുക്ക് ഉള്ളിൽ ചെന്നാൽ നല്ലതാ. ഇതിൻ്റെ നാര് ഫൈബർ അല്ലേ, അത് ഉള്ളിൽ ചെന്നാൽ നല്ലതാ. പിന്നെ പിണ്ടി, വാഴയുടെ ഒന്നും തന്നെ കളയാനില്ല. ഇലക്കകത്ത് നമ്മൾ ചോറുണ്ണും അല്ലേ, പിണ്ടി, മാങ്ങ് ഒക്കെ എല്ലാം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബായ്. വരാട്ടോ.